പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഭൂരിപക്ഷം ഘടകകക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കിയാണ് പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്കെതിരായ എതിർപ്പിനെ സിപിഎം ഇടതുമുന്നണി യോഗത്തിൽ മറികടന്നത്. ഇനി സിപിഐയിൽ നിന്നും ആർജെഡിയിൽ നിന്നും കാര്യമായ എതിർപ്പുകൾ ഉയർന്നു വന്നേക്കില്ല. ഷിജോ കുര്യൻ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഇന്നലെ നടന്ന LDF യോഗത്തിൽ സിപിഐ ഉയർത്തിയ ചെറിയ എതിർപ്പ് ഒഴിച്ച്, ആർജെഡിയുടെ എതിർപ്പ് ഒഴിച്ച് ഭൂരിഭാഗം ഘടകകക്ഷികളുടെയും ഒരു പിന്തുണ ഉറപ്പാക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇനി ബ്രൂവറിയുമായി മുന്നോട്ട് തന്നെ പോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാലക്രമേണ ഈ സിപിഐയുടെ എതിർപ്പും മറികടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബ്രൂവറിയുമായി ബന്ധപ്പെട്ട്. അതെ ജിൽസി, പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് LDFിൽ നിന്ന് CPIഎമ്മിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIയുടെയും RJDയുടെയും ചെറിയ ചില വിമർശനങ്ങളും അതൃപ്തിയും മാറ്റി നിർത്തിയാൽ മറ്റ് 9 ഘടകകക്ഷികളുടെയും പൂർണ്ണമായിട്ടുള്ള നിരുപാധിക പിന്തുണ CPIഎമ്മിന് ലഭിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. തുടക്കം മുതൽ തന്നെ CPIയും RJDയും ഇതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനകത്ത് പാലക്കാട് വലിയ തരത്തിലുള്ള കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു സ്ഥലത്ത് 25 ഏക്കറിലധികം വരുന്ന ഭൂമിയിൽ ഒരു മദ്യനിർമ്മാണശാല വന്നാൽ അത് അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തെ ബാധിക്കും. സാധാരണക്കാരായ അവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്ക CPIയുടെ പ്രാദേശിക നേതൃത്വം ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. അത് പിന്നീട് സംസ്ഥാന CPI നേതൃത്വം ആവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതടക്കം പരസ്യമായിട്ട് പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ മദ്യനിർമ്മാണശാല വന്നാൽ അത് കൃഷിയെ കൂടി പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഒരു വിമർശനം കൂടി CPI ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ RJDയും സമാനമായ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. മദ്യവർജനം എന്ന LDF പ്രകടന പത്രികയിലെ കാര്യത്തിന് കോട്ടം അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിലൂടെ ചെയ്യുന്നത് എന്നുള്ള വിമർശനമാണ് RJD ഉന്നയിച്ചത്. എന്നാൽ ഈ വിമർശനങ്ങളെ എല്ലാം മറികടക്കാൻ LDF യോഗത്തിൽ CPഎമ്മിന് കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഭൂഗർഭജലം ഒരു തരത്തിലും ഉപയോഗിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടിയും കൃഷിയെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയും ഈ പദ്ധതിക്ക് മറ്റ് 9 ഘടകകക്ഷികളും നിരുപാധിക പിന്തുണ അറിയിച്ചു. CPIയും RJDയും അവരുടെ അതൃപ്തി പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള സ്പിരിറ്റ് ഈ പറയുന്ന എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയിലൂടെ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. അതിലൂടെ വലിയ തരത്തിലുള്ള ഒരു വരുമാന വർധനവ് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി LDF യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള സ്പിരിറ്റ് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയിൽ നിർമ്മിക്കാൻ കഴിയും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞതോടുകൂടി മറ്റ് 9 ഘടകകക്ഷികളും പിന്തുണ അറിയിക്കുന്നു. CPIയുടെയും RJDയുടെയും എതിർപ്പ് മറികടക്കുകയും ചെയ്യുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നല്ല ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ ബ്രൂവറി തുടങ്ങാനുള്ള ഒരു തീരുമാനം കൊടുക്കുമെന്നുള്ള കാര്യം പ്രകടന പത്രികയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മദ്യനയത്തിൽ അതുണ്ടെന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി തന്നെ LDF യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ CPIക്കോ RJDക്കോ ഇതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മാധ്യമങ്ങൾക്ക് മുമ്പിലോ പൊതുസമൂഹത്തിലോ പറയാൻ കഴിയില്ല. കാരണം LDF തീരുമാനമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരും LDFും മുന്നോട്ട് പോവുകയും ചെയ്യും. ജിൽസി, എന്തായാലും ബ്രൂവറി പദ്ധതിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതിനായി CPM മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് പിന്തുണ നേടിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു.